ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. വന്ധ്യ വൈദിക ശ്രേഷ്ഠ മാർ ഗ്രിഗോറിയോസ് യൂത്ത് മൂവ്മെന്റ് മഞ്ചിത്ര എന്ന പേജിലൂടെ എന്നെ വീക്ഷിക്കുന്ന മാതാപിതാക്കന്മാരെ, ഗുരുക്കന്മാരെ, സഹോദരി സഹോദരങ്ങൾ, ലോകം മുഴുവൻ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ ഇടവക പെരുന്നാളിന്റെ നിറവിൽ നിൽക്കുമ്പോഴും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുവാൻ വിധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അബ്രഹാമിന്റെ കൂടെ നടന്ന ദൈവം, മോശയ്ക്ക് കരുത്തായി നിന്ന ദൈവം, ഏലിയാവിന് താങ്ങായി നിന്ന ദൈവം, ആ ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഈ പ്രതിസന്ധിയെ നേരിടുവാൻ നമുക്ക് സാധിക്കുന്നു. മിസ്രൈമ്യരുടെ അടിമ വീട്ടിൽ കിടന്ന ഇസ്രായേലിന്റെ ചങ്കുപൊട്ടുന്ന നിലവിളിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാടായ കനാനിലേക്ക് നടത്തിയ യഹോവയാം ദൈവം അവരുടെ പ്രതിസന്ധിയുടെ നടുവിലും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും നിന്ന ആ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഈ പ്രതിസന്ധി കാലഘട്ടത്തെ അതിജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആമുഖമായി ആശംസിക്കുന്നു. ഇന്ന് അല്പസമയം ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധനായ ലൂക്കോസ് ഏവങ്കേലിയസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധനായ ലൂക്കോസ് ഏവങ്കേലിയസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നാം കാണുന്നത് ഒരുവൻ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ഒരു ചോദ്യം ഉന്നയിക്കുന്നതായിട്ടാണ് കാണുന്നത്. കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന ചോദ്യത്തിന് കർത്താവ് അവന് മറുപടിയായിട്ട് പറയുകയാണ്, ഇടുക്ക് വാതിലിലൂടെ കടക്കുവാൻ പോരാടുക. ഇടുക്ക് വാതിലിലൂടെ കടക്കുവാൻ പോരാടുക. പ്രശസ്തനായ ആംഗലേയ കവിയായ റോബർട്ട് ഫ്രോസ്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്ത കവിത നോട്ട് ടേക്കൺ എന്ന് പറയുന്നതായ കവിത, ആ കവി ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം നാം കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുൻപിൽ ഇരു പാതകളും നിൽക്കുന്നു. ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ അദ്ദേഹം പകച്ചു നിൽക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ കവിത അവസാനിക്കുന്നത് ഇപ്രകാരം ഐ ചൂസ് ദ വൺ ലെസ് ട്രാവൽഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവിത അവസാനിക്കുന്നത്. ആരും അധികം സഞ്ചരിച്ചിട്ടില്ലാത്ത ആ പാത ഞാൻ തിരഞ്ഞെടുത്തു എന്ന് കവി പറഞ്ഞുകൊണ്ട് ആ കവിത അവസാനിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളും ഈ ലോകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഇരു പാതകൾ നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്നാമതായിട്ട് വളരെ വിശാലമായ ഒരു പാതയാണ്. ലോകമോഹങ്ങളെ അനുഭവിച്ചുകൊണ്ട്, ലോകസുഖങ്ങളെ അനുഭവിച്ചുകൊണ്ട് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പാത. എന്നാൽ രണ്ടാമത്തേതാകട്ടെ ഇടുക്കുവഴികളിലൂടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ നിത്യജീവനിലേക്ക് നയിക്കുന്ന ഒരു പാത. ഇവിടെ ക്രിസ്തു സൂചിപ്പിക്കുന്നത് ഈ ഇടുക്കുവഴിയിലൂടെ സഞ്ചരിക്കുവാൻ പോരാടുകയുണ്ടാകും. ഇവിടെ ലൂക്കോസ് ഏവങ്കേലിയസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 24-ാം വാക്യം ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും. ഇടുക്കുവഴിയിലൂടെ കടക്കുവാൻ പോരാടുകയും പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ല താൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ഇടുക്കുവഴിയിലൂടെ കടക്കുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില സവിശേഷതകൾ അവന്റെ ജീവിതത്തിൽ അത്യാവശ്യമായിരിക്കും. ഒന്നാമതായി, ഒരു വ്യക്തി ഇടുക്കുവഴിയിലൂടെ കടക്കുവാൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സവിശേഷതയാണ് he should have a destination. അവന്റെ ജീവിതത്തിൽ അവന് ഏറ്റവും വേണ്ടുന്നതായ ഒരു ഘടകമാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. അവന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം എന്ന ലക്ഷ്യമാണ്. സ്വർഗരാജ്യം നേടിയെടുക്കണമെന്ന ഒരു വലിയ ലക്ഷ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്നാൽ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും സേഫ് സോണിൽ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും നടക്കുന്ന ഒരു സമൂഹം. അധികം പ്രയാസങ്ങളൊന്നുമില്ലാതെ
അധികം പ്രതിസന്ധികളൊന്നുമില്ലാതെ ജീവിതം കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം. വേദപുസ്തകത്തിലേക്ക് നാം ഒന്ന് ശ്രദ്ധ ചെലുത്തുമ്പോൾ കർത്താവിന്റെ അമ്മയായ കന്യക മർത്തമറിയ കർത്താവിനെ എപ്പോൾ തന്റെ രക്ഷിതാവായി സ്വീകരിച്ചുവോ ആ നിമിഷം മുതൽ തന്റെ ജീവിതത്തിൽ കഷ്ടതകളും പ്രതിസന്ധികളും കണ്ണുനീരും മാത്രം ജീവിതത്തിൽ സമാനമായി ലഭിച്ച ഒരു അമ്മയാണ്. കർത്താവിന്റെ ശിഷ്യന്മാർ നമുക്കറിയാം, പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടുകൊണ്ടാണ് മരിച്ചത്. പൗലോസ് അപ്പോസ്തലൻ അതുപോലെ തന്നെ ശിരസേവനം ചെയ്ത് അദ്ദേഹം മരണത്തിന് ഇരയായി തീരുന്ന ഒരു അനുഭവം. യുക്തിപരമായ ജ്ഞാനം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ഇവരെല്ലാം ഇവരുടെ ജീവിതം കൊണ്ട് എന്ത് നേടി എന്ന് ഒരു പക്ഷേ നാം ചിന്തിച്ചത്. അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്. അവിടെയാണ് ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തത്. കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഹൃദയം കൊണ്ട് ഗ്രഹിച്ചിട്ടില്ലാത്ത സ്വർഗത്തിൽ നിത്യജീവന്റെ അനുഭവം നമുക്കായി വാഗ്ദത്തം ചെയ്തത്. നമ്മുടെയൊക്കെ ലക്ഷ്യം, വി ഹാവ് എ ഡെസ്റ്റിനേഷൻ, സ്വർഗരാജ്യം എന്ന ലക്ഷ്യമായിരിക്കണം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം. ഇടുക്കുവഴിയിലൂടെ കടക്കുവാൻ പോരാടുന്ന ഒരു ക്രിസ്ത്യാനിക്ക് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം എന്നുള്ളത്. രണ്ടാമതായി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ടാമത്തെ സവിശേഷതയാണ് അവെയർ അബൌട്ട് അവർ എലിജിബിലിറ്റി. നമ്മളുടെ യോഗ്യതകളെ കുറിച്ച് ബോധ്യമുള്ളവരായി തീരുക എന്നുള്ളതാണ്. നമ്മുടെ യോഗ്യതകളെ കുറിച്ച് ബോധ്യമുള്ളവരായി തീരുക എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോക്ക്ഡൌണിന്റെ ഒരു കാലഘട്ടമാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വലിയ പ്രസിദ്ധമായ പാതകൾ പോലും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് വളരെ ചുരുക്കമുള്ളതാക്കി തീർത്തു. അനുമതി ലഭിച്ച ആളുകൾക്ക് മാത്രമേ, വാഹനങ്ങൾക്ക് മാത്രമേ അതിലൂടെ കടന്നു പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗവൺമെന്റ് നൽകുന്ന പ്രത്യേകമായ നിർദ്ദേശങ്ങൾ, ഒത്തിരി നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ മാസ്ക് ധരിക്കണം, അഫിഡവിറ്റ് വേണം. അങ്ങനെ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന യോഗ്യത ഉള്ള ആളുകൾ മാത്രമേ ആ വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട്, ഇടുക്ക് വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് ആത്മീയ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് ശ്രദ്ധ ചെലുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇടുക്ക് വഴിയിൽ ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന നിത്യജീവനിലേക്കുള്ള ആ ഇടുക്ക് വഴിയിലൂടെ കടക്കുവാൻ തക്കവണ്ണമുള്ള യോഗ്യത എനിക്കും നിങ്ങൾക്കും അടങ്ങുന്ന ആ സമൂഹത്തിന് ഉണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കും. ഇടുക്ക് വഴിയിൽ തീർച്ചയായിട്ടും ഒരു കാവൽക്കാരൻ ഉണ്ടാകുന്നത് ഒരു പ്രത്യേകതയാണ്. ഇടുക്ക് വഴികളിൽ നമുക്കറിയാം, പോലീസ് ഓരോ ജംഗ്ഷനിൽ നിന്ന് കാവൽ നിൽക്കുന്നു. ഇതുപോലെ ഇവിടെ ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന ആ ഇടുക്ക് വഴിയിലെ കാവൽക്കാരൻ എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ഓരോ വ്യക്തിയും ആ വാതിലിലൂടെ കടത്തിവിടുന്ന കാവൽക്കാരനായ ക്രിസ്തു. കോടികൾ മുടക്കി ഭവനം നിർമ്മിക്കുമ്പോൾ ഭവന കുദാശയുടെ സമയത്ത് യാക്കോബിന്റെ ബോഹൂസായി ഇപ്രകാരം 2 വരികളുണ്ട്. നിര്യാണം ന്യായത്തിൻ പീഠം നരകം, നിര്യാണം ന്യായത്തിൻ പീഠം നരകം. ഒരു ഭവന കുദാശ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെയേറെ സന്തോഷത്തിന്റെ അനുഭവമാണ്. ഒത്തിരി ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് പുതിയ ഭവനം. ആ സമയത്ത് നമ്മുടെ പിതാക്കന്മാർ ഓർപ്പിക്കുകയാണ്, നിര്യാണം ന്യായത്തിൻ പീഠം നരകം. ഇന്ന് വരെ ഞാനും നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്, ദൈവം എന്നെ വിളിച്ചാൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകേണ്ട ഒരു ദിവസം എന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമതായി, ഞാൻ ചെയ്ത പ്രവർത്തികളുടെ ഫലമായി ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ന്യായവിധിയുടെ സമയം എന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന്. തീർച്ചയായിട്ടും നമ്മുടെ യോഗ്യതകളെ കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കും. ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന ആ നിത്യജീവനിലേക്ക് കടക്കുവാൻ തക്കമുള്ള ഇടുക്ക് വഴിയിലൂടെ കടക്കുവാനുള്ള യോഗ്യത എനിക്ക് നിങ്ങൾക്കും ഉണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കും. We have to be aware about our eligibility. മൂന്നാമതായിട്ട്, ഇടുക്ക് വഴിയിലൂടെ കടക്കുവാൻ പോരാടുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വേണ്ടുന്ന ഒരു യോഗ്യതയാണ് അവർ അപ്രോച്ച് ടു ഫെലോ ട്രാവലേഴ്സ്. സഹയാത്രികരോടുള്ള നമ്മുടെ സമീപനം, നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ആളുകളോടുള്ള നമ്മുടെ സമീപനം.
ഇന്ന് ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ ഇടുക്കു വഴിയിലൂടെ കടന്നു പോകണമെങ്കിൽ തീർച്ചയായിട്ടും 2 വാഹനങ്ങൾ ഒരുമിച്ച് കടക്കുവാനായിട്ട് നിർവാഹമില്ലാത്തൊരു സമയമാണ്. ഒന്നെങ്കിൽ ഒരു വാഹനം മുൻപേ പോകണം, അല്ലെങ്കിൽ പുറകെ ഒരുമിച്ച് കടന്നു പോകാനായിട്ട് സാധിക്കില്ല. ഇന്ന് കൊറോണയുടെ ഭീതിയിൽ മനുഷ്യൻ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ചിന്ത എന്താണ്? ഒരു നിമിഷം പരിശോധിക്കേണ്ടിയിരിക്കും. എനിക്കും എന്റെ കുടുംബത്തിനും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിലാണോ ഞാനും നിങ്ങളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്? നമ്മോടൊപ്പം ഈ ലോകത്തിൽ ജീവിക്കുന്ന ആളുകളെ കരുതുവാനും അവരുടെ സംരക്ഷണം എന്റെ ചുമതലയാണെന്ന ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കും. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ ഇപ്രകാരം 2 വരികളുണ്ട്. അസ്തമസൂര്യൻ കടന്നു വന്നിട്ട് തന്റെ സമസൃഷ്ടികളോട് ചോദിക്കുകയാണ്, എനിക്ക് ശേഷം ലോകത്തിന് പ്രകാശം ചൊരിയുക എന്ന ദൗത്യം ആരേറ്റെടുക്കുന്നു? ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ഒരു മിന്നാമിന് കടന്നു വന്നിട്ട് പറയുകയാണ്, ലോകത്തിന് പ്രകാശം ചൊരിയുക എന്ന ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. ക്രിസ്തു പകർന്ന ആ വലിയ വെളിച്ചം, ആ വെളിച്ചത്തെ പിൻപറ്റിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആ വെളിച്ചത്തെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ആ ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടെ we can transform this world into heaven. സ്വർഗരാജ്യം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കുവാനും സാധിക്കുന്ന ഒരു തലമുറയായി മാറ്റപ്പെടേണ്ടത് അത്യാവശ്യമായിരുന്നു. തീർച്ചയായിട്ടും അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ 3ാമത് ഉണ്ടാകേണ്ട സവിശേഷത എന്ന് പറയുന്നത് സഹയാത്രികരോടുള്ള നമ്മുടെ സമീപനം. ഈ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നാം പരിശ്രമിക്കേണ്ടത് ആ ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുക. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ ഒരു പോരാട്ടമാണ്. നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ആ ഇടുക്കുവാതിലൂടെയുള്ള പോരാട്ടമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏത് നിമിഷവും ആ ഇടുക്കുവാതിൽ നമ്മുടെ മുന്നിൽ അടയ്ക്കപ്പെടാനുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ആ ഇടുക്കുവാതിലൂടെ കടക്കുവാൻ നമുക്ക് പോരാടാം. 3 ചിന്തകളാണ് ഞാൻ പകർന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുന്ന ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടുന്ന 3 സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായി, we should have a destination. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകും. അത് സ്വർഗരാജ്യം എന്ന് പറയുന്ന ലക്ഷ്യം, സ്വർഗരാജ്യം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, aware about our eligibility, നമ്മുടെ യോഗ്യതകളെ കുറിച്ച് ബോധവാന്മാരാണ്. മൂന്നാമതായി, our approach to fellow travelers, സഹയാത്രികരോടുള്ള നമ്മുടെ സമീപനം. ഈ സവിശേഷതകളെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇടുക്കുവാതിലൂടെ കടക്കുവാൻ നമുക്ക് പോരാടാം. അതിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ സന്നിഹിതരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു.